സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി നോക്കാം. 1/2 കിലോ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം പീസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയുമാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. കൂടത്തിന് സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 5-6 മിനിറ്റ് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി സവാളയുടെ കളർ മാറും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വെന്തൊടയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ആവശ്യത്തിന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളാണ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറാനായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ പൊടിച്ച പൊടിയായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർക്കേണ്ടതായി വന്നേക്കാം. കുരുമുളക് പൊടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പഴുത്തൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാവും. തൈര് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ മസാലയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1/2 കിലോ എല്ലോടുകൂടിയ ചിക്കനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് മസാലയ്ക്ക് എല്ലായിടത്തും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സവാളയിൽ നിന്നും ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത്. നമുക്കിനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ 4-5 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ കറി ഇതുപോലെ ഒന്ന് കുറുതായി വരും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാകത്തിന് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്തിട്ടില്ല. ഗരം മസാലയുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചോറിൻ്റെ കൂടെയൊക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലോട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.